ടാറ്റ IPL T20 മത്സരത്തിന്റെ രണ്ടാം ദിനമായി ഇന്ന് നീലിമ പുതച്ച മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരു ബാറ്റിംഗ് ഫെസ്റ്റിവൽ തന്നെയാണ് അരങ്ങേറിയത്. പ്രത്യേകിച്ച് മുംബൈ ആരാധകർക്ക് ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ സ്പെഷ്യൽ ബാറ്റിംഗ് വിരുന്നായിരുന്നു ഒരുക്കപ്പെട്ടത്. IPLന്റെ ചരിത്രത്തിൽ തോൽവിയോടുകൂടി ആരംഭിച്ചൊടുവിൽ വിജയ കിരീടത്തിലേക്ക് കുതിച്ചു പായുന്ന മുംബൈ ഇന്ത്യൻസ് ഇന്ന് ചരിത്രം തിരുത്തിക്കുറിച്ചു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിക്കേണ്ടി വന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഉജ്ജ്വലമായ തുടക്കമാണ് ലഭിച്ചത്. വെടിക്കെട്ട് ബാറ്റർമാരായ അലനും അജിങ്ക്യ രഹാനെയും കൂടി കൊൽക്കത്തയ്ക്ക് വേണ്ടി ഓപ്പണിംഗ് കൂട്ടുകെട്ട് ആരംഭിച്ചു. 2 ഓവറുകൾ പിന്നിട്ടപ്പോഴേക്കും കളിയുടെ ഗതി തന്നെ മാറി. മുംബൈ ഇന്ത്യൻസ് താരങ്ങൾ അമ്പരന്നു പോകത്തക്കവണ്ണം തലങ്ങും വിലങ്ങുമുള്ള പ്രഹരമാണ് കളിയുടെ തുടക്കത്തിൽ കാണുവാൻ കഴിഞ്ഞത്. 4ാം ഓവർ എറിയുവാൻ വേണ്ടിയെത്തിയ മുംബൈയുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ ഒന്നിന് പിറകെ ഒന്നായി ബൗണ്ടറികൾ പറത്തി പടുകൂറ്റൻ സ്കോറിലേക്ക് എത്തിയ കൊൽക്കത്ത 5 ഓവർ പിന്നിട്ടപ്പോഴേക്കും 68 റൺസ് കുറച്ചു. 22 റൺസാണ് ആ ഓവറിൽ രഹാനെയും അലനും ചേർന്ന് ഹാർദിക് പാണ്ഡ്യയെ അടിച്ചുകൂട്ടിയത്. അപകടകരമായൊരു മുന്നേറ്റമായിരുന്നു കൊൽക്കത്തയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ 6ാം ഓവറിൽ ഗംഭീരമായൊരു ബ്രേക്ക് ത്രൂ ഷാർദുൽ ഠാക്കൂർ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കൊണ്ടുവന്നു. കൃത്യമായി ഫീൽഡ് സെറ്റ് ചെയ്ത് ഷാർദുൽ പന്തെറിയുമ്പോൾ 2ാമത്തെ പന്തിൽ 6 അടിക്കുവാനുള്ള ശ്രമത്തിൽ അലൻ ബൗണ്ടറിയിൽ പിടിക്കപ്പെട്ട് പുറത്തായി. 17 പന്തുകളിൽ നിന്നും ആ സമയത്ത് 37 റൺസായിരുന്നു അലന്റെ സമ്പാദ്യം. പക്ഷേ പവർ പ്ലേ ഓവറുകൾ കൃത്യമായി മുതലാക്കി രഹാനെയും അലനും കൂടി കൊൽക്കത്തയെ സേഫായിട്ടുള്ളൊരു തലത്തിലേക്ക് ആ സമയത്ത് എത്തിച്ചു. പവർ പ്ലേ ഓവറിൽ ഏകദേശം 78 റൺസാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അടിച്ചുകൂട്ടിയത്. അലൻ ക്രീസ് വിട്ട് മടങ്ങിയപ്പോൾ പകരമെത്തിയത് കാമറൂൺ ഗ്രീൻ ആയിരുന്നു. പ്രധാനപ്പെട്ട ഒരു വിക്കറ്റ് വീണതിൻ്റെ യാതൊരു വൈക്ലബ്യവും ഇല്ലാതെ രഹാന ഒരു ഭാഗത്ത് അപ്പോഴും തകർത്തടിക്കുകയാണ്. 10 ഓവർ പിന്നിട്ടപ്പോൾ കൊൽക്കത്ത 120 റൺസിലേക്ക് എത്തി. പക്ഷേ 11ാം ഓവർ എറിയുവാൻ എത്തിയ ഷാർദുൽ വീണ്ടും കൊൽക്കത്തയെ ഞെട്ടിച്ചു. കാമറൂൺ ഗ്രീനിനെ മടക്കി അയച്ചുകൊണ്ടായിരുന്നു ഒരു ബ്രേക്ക് ത്രൂ വീണ്ടും കൊണ്ടുവന്നത്. ഷാർദുലിന്റെ ബൗൺസർ ബോളിൽ 6 അടിക്കുവാൻ വേണ്ടി ബാറ്റ് ഉയർത്തിയ കാമറൂൺ റാദർഫോർഡിന്റെ കൈകളിൽ സുരക്ഷിതമായി ഒതുങ്ങുകയാണ്. കൊൽക്കത്തയുടെ ഒരു പ്രധാന റൺവേട്ടക്കാരനായിരുന്നു കാമറൂൺ ഗ്രീൻ. 16 റൺസുകൾ മാത്രമാണ് അയാൾക്ക് കൂട്ടിച്ചേർക്കുവാൻ ഇന്ന് കഴിഞ്ഞത്. തൊട്ടടുത്ത നിമിഷം ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ അർദ്ധശതകം കുറിക്കുകയും ചെയ്തു. ഫിൻ അലനും രഹാനെയും ഒരുമിച്ച് നിന്നുകൊണ്ട് കത്തിക്കേറിയപ്പോൾ ഒരുപക്ഷെ സ്കോർ 300 കടക്കുവാൻ സാധ്യതയുണ്ട് എന്നുപോലും ചിന്തിച്ചൊരു സമയമുണ്ടായിരുന്നു. പക്ഷെ പൊടുന്നനെ 2 വിക്കറ്റുകൾ കടപുഴകിയപ്പോഴേക്കും 10 ഓവറിൽ 120 റൺസിലേക്ക് അവർക്ക് എത്തുവാൻ കഴിഞ്ഞു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നേരിടേണ്ടി വന്നത് വാസ്തവത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ 11 കളിക്കാരെ മാത്രമായിരുന്നില്ല. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ 10,000 ആൾക്കാരുടെ ആവേശത്തെയും ആരവത്തെയും കൂടിയായിരുന്നു. പക്ഷേ കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ വളരെ കൃത്യമായ ചുവടുവെപ്പുകൾ തന്നെ നടത്തി. ഒട്ടും പതറാതെ മുംബൈ ഇന്ത്യൻസിനോട് പൊരുതി നിന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടു പോകാതെ മുൻപിൽ നിന്ന് നയിക്കുവാൻ എന്തുകൊണ്ടും ഞാൻ യോഗ്യനാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ക്യാപ്റ്റന്റെ മനോഹരമായ പെർഫോമൻസ്. രഹാനയുടെ വിക്കറ്റ് എങ്ങനെയും പിഴുതേ മതിയാവൂ എന്ന് ഉറപ്പിച്ച ഹാർദിക്ക് 12-13 ഓവറുകൾ എറിയുവാൻ വേണ്ടി ജസ്പ്രീത് ബുംറയെയും ട്രെന്റ് ബോൾട്ടിനെയും മടക്കിക്കൊണ്ടുവരുന്നുണ്ട്. 2 പേർക്കും വിക്കറ്റ് എടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും വളരെ കൃത്യതയാർന്ന ബൗളിങ്ങിലൂടെ കൊൽക്കത്തയുടെ റണ്ണൊഴുക്കിന് ആ സമയത്ത് തടയിടുവാൻ പറ്റി. ബുംറ ഒന്നിന് പിറകെ ഒന്നായി 5 യോർക്കറുകളാണ് 12ാം ഓവറിൽ എറിഞ്ഞുകൂട്ടിയത്. ഇതിനിടയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഞെട്ടിക്കുന്ന സംഭവം നടന്നു. 14ാം ഓവർ എറിയുവാനെത്തിയ ഷാർദുൽ ഠാക്കൂർ ക്യാപ്റ്റൻ രഹാനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടക്കി അയച്ചു. 40 പന്തുകളിൽ നിന്നും 67 റൺസാണ് അജിങ്ക്യ കൊൽക്കത്തയ്ക്ക് വേണ്ടി ആ സമയത്ത് നേടിക്കൊടുത്തത്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ആദ്യമായി കളിക്കളത്തിൽ ബോളുമായിട്ട് ഇറങ്ങിയ ഷാർദുൽ ഠാക്കൂർ പ്രധാനപ്പെട്ട 3 വിക്കറ്റുകൾ നേടി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. 14 ഓവറുകൾ പിന്നിട്ടപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 180 റൺസ് അവരുടെ അക്കൗണ്ടിലാക്കി. ഇവിടുത്തെ എടുത്തു പറയത്തക്കവണ്ണമുള്ള ശ്രദ്ധേയമായൊരു കാര്യം, കൊൽക്കത്തയുടെ ബാറ്റിങ്ങിൽ ആദ്യത്തെ 50 റൺസ് വെറും 23 പന്തുകളിലാണ് അവർ വാരിക്കൂട്ടിയത്. എന്നാൽ 2ാമത്തെ 50 24 പന്തുകളിലായിരുന്നു. പക്ഷേ 3ാമതൊരു 50 അടിക്കുവാൻ വേണ്ടി 36 പന്തുകൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. കാമറൂൺ ഗ്രീനിന് പകരമെത്തിയ രഘുവംശിയും രഹാനയ്ക്ക് പകരമെത്തിയ റിങ്കു സിംഗും കൂടി അടുത്ത പോരാട്ടത്തിന്റെ കടിഞ്ഞാണ് ഏറ്റെടുക്കുന്ന കാഴ്ചയും കാണുവാൻ കഴിഞ്ഞു. 17ാം ഓവറിൽ റിങ്കു സിംഗും രഘുവംശിയും ചേർന്നുള്ള കൂട്ടുകെട്ടും 50 റൺസ് പിന്നിട്ടു. 18.1 ഓവർ പിന്നിട്ടപ്പോഴേക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 20 റൺസ് പൂർത്തിയാക്കി. തൊട്ടടുത്ത ബോളിൽ രഘുവംശി തന്റെ അർദ്ധശതകവും പിന്നിട്ടു. 28 പന്തിൽ നിന്നും 51 റൺസ്. പക്ഷേ അടുത്ത ബോളിൽ ഹാർദിക് പാണ്ഡ്യയെ ഉയർത്തിയടിക്കുവാനുള്ള ശ്രമത്തിൽ രഘുവംശി പുറത്തായി. ഡെത്ത് ഓവറുകളിൽ തകർത്തടിക്കാം എന്ന് കരുതിയ കൊൽക്കത്തയെ അക്ഷരാർത്ഥത്തിൽ ബുംറയുടെ ഒന്നിന് പിറകെ ഒന്നായിട്ടുള്ള യോർക്കറുകളും ട്രെന്റ് ബോൾട്ടിന്റെ കൃത്യതയാർന്ന ബോളുകളും വരിഞ്ഞു മുറുക്കിക്കളഞ്ഞു. 20 ഓവറുകൾ പിന്നിടുമ്പോൾ 220 റൺസാണ് കൊൽക്കത്ത വാരിക്കൂട്ടിയത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉയർത്തിയ 220 റൺസ് എന്ന വെല്ലുവിളി മറികടക്കുവാൻ വേണ്ടി മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ബാറ്റ് എന്തിയെത്തിയത് ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും ഒപ്പം റയാൻ റിക്കിൾട്ടനുമായിരുന്നു.
കളിയുടെ തുടക്കത്തിൽ തന്നെ മുംബൈ ഇന്ത്യൻസ് അവരുടെ വിശ്വരൂപം പുറത്തെടുക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണുവാൻ കഴിഞ്ഞത്. റയാൻ റിക്കിൾട്ടനും മുംബൈയുടെ മഹാരാജാവ് രോഹിത് ശർമ്മയും ചേർന്ന് സിക്സറുകളുടെ കെട്ടഴിച്ചു വിടുന്ന കാഴ്ചയാണ്. മൂന്നാം ഓവറിൽ വൈഭവിനെ 19 റൺസ് തൂക്കിയ മുംബൈ ഇന്ത്യൻസ് നാലാം ഓവറിൽ മുസർബാനിയെ 15 റൺസ് വാരിക്കൂട്ടി. 4 ഓവറിൽ മുംബൈ ഇന്ത്യൻസ് 49 റൺസിലേക്ക് എത്തി. ഇതിനിടയിൽ കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാന പരിക്കേറ്റ് പുറത്തേക്ക് പോകുന്ന കാഴ്ചയും കാണേണ്ടി വന്നു. ഈ സമയത്ത് കൊൽക്കത്തയ്ക്ക് വേണ്ടി ബോൾ എറിയുവാൻ വന്ന ഓരോരുത്തരെയും തലങ്ങും വിലങ്ങും പ്രഹരിക്കുകയാണ് രോഹിത് ശർമ്മയും റിക്കിൾട്ടനും ചേർന്ന്. 5-ാം ഓവർ ആകുമ്പോഴേക്കും രോഹിത് ശർമ്മ 21 പന്തുകൾ നേരിട്ട് 51 റൺസ് നേടി ഈ സീസണിലെ തന്റെ ആദ്യ അർദ്ധശതകവും കുറിച്ചു. അപ്പോഴേക്കും കൊൽക്കത്ത ഏറെക്കുറെ കിതച്ചു തുടങ്ങിയിരുന്നു. എങ്ങനെയും മുംബൈയുടെ വിക്കറ്റ് വീഴ്ത്തിയേ മതിയാവൂ, ഇല്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന സ്ഥിതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊൽക്കത്തയുടെ ഓരോ ബൗളർമാരും വല്ലാത്ത സമ്മർദ്ദത്തിന് അടിപ്പെടുവാനും തുടങ്ങി. പവർ പ്ലേ ഓവറുകൾ പിന്നിട്ടപ്പോൾ കൊൽക്കത്തയ്ക്ക് 78 റൺസ് ആയിരുന്നു സമ്പാദ്യമെങ്കിൽ മുംബൈ ഇന്ത്യൻസ് വിക്കറ്റ് നഷ്ടം കൂടാതെ 80 റൺസ് തികച്ചു. പക്ഷേ 7-ാം ഓവറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രോഹിത് ശർമ്മയുടെ എക്കാലത്തെയും പേടി സ്വപ്നമായ സുനിൽ നരൈനെ ബോൾ എറിയുവാൻ ഏൽപ്പിച്ചു. IPL ഒട്ടനവധി തവണ എന്ന് വെച്ചാൽ ഏകദേശം 10 തവണയാണ് രോഹിത് ശർമ്മ സുനിൽ നരൈൻ്റെ മുൻപിൽ കീഴടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് രോഹിത് സുനിൽ നരൈൻ്റെ ഓരോ ബോളുകളെയും നേരിട്ടത്. എന്നാൽ മറുഭാഗത്ത് റിക്കിൾട്ടൺ സുനിൽ നരൈനെ അനായാസം സിക്സറുകൾ പായിച്ച് അയാളുടെ ആത്മവീര്യം ചോർത്തിക്കളഞ്ഞുകൊണ്ടായിരുന്നു. 9 ഓവറുകൾ പിന്നിട്ടപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 110-ന് 2 ആയിരുന്നുവെങ്കിൽ അതേസമയത്ത് മുംബൈ ഇന്ത്യൻസ് വിക്കറ്റ് നഷ്ടം കൂടാതെ 110 എന്ന അതേ നിലയിൽ തന്നെ എത്തി. തകർത്തു മുന്നേറിയ മുംബൈ ഇന്ത്യൻസിനെ പിടിച്ചു കെട്ടിയ മതിയാവൂ കൊൽക്കത്തയ്ക്ക്. അവിടെ കാർത്തിക് ത്യാഗി കൊണ്ടുവന്ന ഒരു ബ്രേക്ക് ത്രൂ അത് കൊൽക്കത്തയ്ക്ക് മുതലാക്കുവാനും കഴിഞ്ഞില്ല. റിക്കിൾട്ടനെ പുറത്താക്കുവാൻ കിട്ടിയ നല്ലൊരവസരം കൊൽക്കത്ത നഷ്ടപ്പെടുത്തി. അതോടുകൂടി റിക്കിൾട്ടനും അർദ്ധശതകം കുറിച്ചു. 10 ഓവറുകൾ പിന്നിട്ടപ്പോൾ മുംബൈ ഇന്ത്യൻസ് 122-ലേക്ക് എത്തുകയാണ്. ഒടുവിൽ കൊൽക്കത്ത കാത്തിരുന്ന ആ നിമിഷം അതേറെ വൈകിയാണെങ്കിലും 12-ാം ഓവറിലെത്തി. വൈഭവിനെ ഉയർത്തി അടിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ ഹിറ്റ്മാൻ വീണു. ഉജ്ജ്വലമായൊരു ക്യാച്ചിലൂടെ രോഹിത് ശർമ്മയെ അനുകൂൽ റോയാണ് പുറത്താക്കിയത്. 38 പന്തുകളിലും ആ സമയത്ത് 78 റൺസായിരുന്നു രോഹിത് ശർമ്മ അടിച്ചുകൂട്ടിയത്. 6 സിക്സുകളും 6 ഫോറുകളും നിറഞ്ഞതായിരുന്നു ആ ഇന്നിങ്സ്. തുടർന്നെത്തിയ സൂര്യകുമാർ രോഹിത് ശർമ്മ എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്നായിരുന്നു ആരംഭിച്ചത്. നേരിട്ട ആദ്യ ബോളിൽ തന്നെ സൂര്യകുമാറിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ബൗണ്ടറി അയാൾ കണ്ടെത്തി. പക്ഷേ അധികം ആയുസ് ഉണ്ടായിരുന്നില്ല സൂര്യകുമാറിന്. 8 പന്തുകൾ മാത്രമേ നേരിട്ടുള്ളൂവെങ്കിലും 16 റൺസുകൾ കുറിക്കുവാൻ കഴിഞ്ഞു. ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് രോഹിത് ശർമ്മയും കളം വിട്ടൊഴിഞ്ഞത്. പ്രധാനപ്പെട്ട 2 വിക്കറ്റുകൾ മറുഭാഗത്ത് നിലം പൊത്തുമ്പോഴും യാതൊരു കോംപ്രമൈസിനും തയ്യാറാകാതെ റിക്കിൾട്ടൺ ഇപ്പുറത്ത് അടിച്ച് തകർക്കുകയാണ്. തുടർന്ന് തിലക് വർമ്മ വരുന്നു. തിലക് വർമ്മയ്ക്കൊപ്പം റിക്കിൾട്ടൺ അനായാസം മുംബൈയെ വിജയതീരത്തേക്ക് എത്തിക്കും എന്ന് തോന്നിച്ച സമയത്ത് ആരാധക സമൂഹത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു റൺഔട്ടിൽ റിക്കിൾട്ടൺ പുറത്തേക്ക് പോകുന്നു. അവിടെയും വില്ലനായി മാറിയത് അനുകൂൽ റോയ് തന്നെയായിരുന്നു. 43 ബോളുകളിൽ നിന്നും 81 റൺസാണ് റിക്കിൾട്ടൺ നേടിയത്. ഗംഭീരമായ 8 സിക്സറുകളും 4 ഫോറുകളും ആ ഇന്നിങ്സിലുണ്ടായിരുന്നു. വാങ്കഡയിൽ തടിച്ചുകൂടിയ മുംബൈ ഇന്ത്യൻസ് ആരാധകരായ നീലപ്പടകൾക്ക് ഒരു വലിയ വിരുന്നൊരുക്കിയിട്ടാണ് റിക്കിൾട്ടൺ മടങ്ങിപ്പോയത്. പക്ഷെ തുടർന്ന് KKR മത്സരത്തിലേക്ക് മടങ്ങി വരുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു. കൈപ്പിടിയിൽ ഒതുങ്ങിയ ഒരു മത്സരത്തെ മുംബൈ ഇന്ത്യൻസിൽ നിന്നും തട്ടിയെടുക്കുമോ എന്ന് പോലും തോന്നിച്ചൊരു സാഹചര്യമുണ്ടായി. നിരന്തരമായി ബൗണ്ടറികൾ പാഞ്ഞുകൊണ്ടിരുന്ന ക്രീസ് പതിയെ ശാന്തമായി തുടങ്ങി. തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ഒത്തുചേർന്ന് കൂറ്റൻ അടികൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃത്യമായി അത് കണക്ട് ചെയ്യുവാൻ കഴിയാതെ കളി വീണ്ടും നീണ്ടുപോകുന്ന കാഴ്ചയിലേക്കെത്തി. ഒടുവിൽ വിജയത്തിന് 6 റൺസുകൾ മാത്രം അകലെ നിൽക്കുമ്പോൾ 9 ബോളുകൾ അവശേഷിക്കുന്നുണ്ട്. ഈ സമയത്ത് തിലക് വർമ്മയെ സുനിൽ നരൈൻ പുറത്താക്കി. ഒടുവിൽ 7 പന്തുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ബൗണ്ടറി എത്തുന്നു. അതോടുകൂടി വിജയലക്ഷ്യം 1 റൺ മാത്രം. അടുത്ത ബോളിൽ വീണ്ടും ബൗണ്ടറി അടിച്ച് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിനെ വിജയതീരത്തേക്ക് കൈപിടിച്ച് ആനയിച്ചു. IPL ചരിത്രത്തിൽ കളിച്ച കഴിഞ്ഞ 13 മത്സരങ്ങളിലും ആദ്യ മത്സരത്തിൽ തന്നെ തോറ്റ് ആരംഭിച്ച മുംബൈ ഇന്ത്യൻസ് ഇന്ന് ആദ്യ കളിയിൽ തന്നെ വിജയിച്ച് ആത്മവിശ്വാസത്തോടുകൂടി IPLന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. 6 വിക്കറ്റിനാണ് മുംബൈ ഇന്ത്യൻസ് ജയിച്ചു കയറിയത്. ഇന്നത്തെ കളിയിലെ KKRന്റെ പരാജയത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സുനിൽ നരൈൻ എന്ന ഓൾറൗണ്ടറെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയ്ക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞിട്ടുള്ള സുനിൽ നരൈനെ രോഹിത്തിനെതിരെ ഉപയോഗിക്കുവാൻ രഹാന പരുക്കുപറ്റി മടങ്ങിപ്പോയതിനു ശേഷം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്ന റിങ്കു സിംഗിനും കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയായിരുന്നു. പിന്നീട് സുനിൽ നരൈനെ ബോൾ ഏൽപ്പിച്ചപ്പോഴേക്കും മുംബൈ ഇന്ത്യൻസ് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള പ്ലാറ്റ്ഫോം ഏകദേശം ഭദ്രമാക്കി കഴിഞ്ഞിരുന്നു.
ആദ്യത്തെ 10 ഓവറിൽ 120 മുകളിൽ അടിച്ചു കൂട്ടിയ കൊൽക്കത്ത അടുത്ത 10 ഓവറിൽ 100 ഒതുങ്ങിപ്പോയതും അവർക്ക് വലിയ തിരിച്ചടിയായി മാറി. 250 മുകളിൽ റൺസ് കുറിച്ചാൽ പോലും രക്ഷപ്പെടുവാൻ ബുദ്ധിമുട്ടുന്ന വാങ്കഡയിൽ കുറച്ചുകൂടി നല്ല തയ്യാറെടുപ്പുകൾ KKR നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ബുംറയെ പോലെ ട്രെന്റ് ബോൾട്ടിനെ പോലെ വളരെ ഉജ്ജ്വലമായി പന്തെറിയുന്ന താരങ്ങളെ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാതിരുന്നത് ഹാർദിക് പാണ്ഡ്യയുടെയും ഒരു വലിയ വീഴ്ചയായി കണക്കാക്കാം. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ 10 ഓവറുകളിൽ KKR ഇത്രയും റണ്ണടിച്ചു കൂട്ടിയത്. എങ്കിലും 250 260 ഒരുപക്ഷെ കടന്നേക്കാം എന്ന് ചിന്തിച്ച ഒരു കളിയെ ബുംറയുടെയും ബോൾട്ടിന്റെയും രണ്ടാം സ്പെല്ലാണ് മൂക്കുകയറിട്ട് പിടിച്ചു കെട്ടിക്കളഞ്ഞത്. എന്തായാലും ഒരു വലിയ ബാറ്റിംഗ് ഫെസ്റ്റിവൽ തന്നെ ഇന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ പിറന്നു. കാണികൾക്ക് മറക്കുവാൻ കഴിയാത്തൊരു മാസ്മരിക പ്രകടനമായിരുന്നു രോഹിത് ശർമ്മയും റിക്കിൾട്ടനും രഹാനെയും ഒക്കെ ചേർന്ന് കാഴ്ചവെച്ചത്. ആദ്യ കളിയിൽ തന്നെ ഗംഭീരമായ വിജയം കുറിച്ച മുംബൈ ഇന്ത്യൻസിന് വരുന്ന മത്സരങ്ങളെ ഇതോടുകൂടി ആത്മവിശ്വാസത്തോടെ നേരിടുവാൻ കഴിയും.